ആനച്ചാൽ പ്രദേശത്തിൻ്റെ സമരപാരമ്പര്യവും അതിൽ നിന്നുയർന്നു വന്ന പാർട്ടിയുടെ ബഹുജന സ്വാധീനവും ഇവിടെ സഖാവ് ശശി സഖാവ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും അതിൻ്റെ ഭൂതകാല ചരിത്രത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം നടത്തിയ കർഷക തൊഴിലാളി പോരാട്ടങ്ങളുടെ ഒരു നീണ്ട ചരിത്രം ഓരോ നാടിൻ്റെയും പ്രാദേശിക ചരിത്രമായി നമ്മുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെയൊരു ചരിത്രം ഈ കേരളത്തിനുള്ളതുകൊണ്ടാണ് മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേരളം രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചത്. ഇന്ന് കാണുന്ന ഈ കേരളമുണ്ടായത് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നതല്ല. സുദീർഘകാലം നടത്തിയ ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും എല്ലാം സഹനപൂർവമായ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ നിന്നാണ് ഈ വർത്തമാന കാലഘട്ടം നമ്മൾ കാണുന്ന കേരളം ഉണ്ടായത്. ഇത് പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 4 വർഷം 2ാം ടേം പൂർത്തിയാക്കി വരുന്ന 2026 മെയ് മാസമാകുമ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിൽ അതിൻ്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് എത്താൻ പോകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ ചരിത്രത്തെ ഒന്ന് പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ കേരളം എങ്ങനെയാണ് തമിഴ്നാട് നിന്ന്, കർണാടകത്തിൽ നിന്ന്, UP യിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന് മാറി അവിടെയൊന്നും ഇല്ലാത്ത നിലയിലുള്ള ഒരു നാടായി, ഒരു ജനതയായി കേരളത്തെ രൂപപ്പെടുത്താനായത് എന്ന കാര്യം പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ പലരും പറയാറുണ്ട് 1957 സഖാവ് VMSൻ്റെ ഗവൺമെൻറ് അതൊരു നാഴികക്കല്ല് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഗൗരവപൂർവം കണ്ടോ, വെറുതെ ഒരു ഗവൺമെൻറ് വന്നതല്ല. എങ്ങനെയാണ് 57 സഖാവ് VMSൻ്റെ ഗവൺമെൻറ് ഉണ്ടായത്? അത് 1939 മുതൽ, വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1937 കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് 4 പേരുള്ള ഒരു പാർട്ടി സെല്ല് രൂപം കൊള്ളുക. 4 ആളേ ഉള്ളൂ. ഒരാളും കൂടി അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്ര നേതാവ് ഘാട്ടെ. കേരളത്തിൽ നിന്ന് 4. അന്ന് കേരളമില്ല. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി, ഈ 3 മേഖലയിൽ നിന്നുമായിട്ട് 4 സഖാക്കൾ പങ്കെടുത്തു. 1 കൃഷ്ണപിള്ളയാണ്, 2 EMS ആണ്, 3 NC ശേഖറാണ്, 4 K ദാമോദരനാണ്. ആ യോഗം കോഴിക്കോട് അങ്ങാടിയിലെ ഒരു പച്ചക്കറി പീടികൻ്റെ മേലെ, ഒരു സൗകര്യമില്ല, ഈ കായെല്ലാം പഴിപ്പിക്കാൻ വെക്കുന്ന ഒരു പത്തായം പോലുള്ളൊരു സാധനമുണ്ട്. അതിൻ്റെ മേലെയാണ്, കസേരയുമില്ല, മേശയുമില്ല. അതിൻ്റെ മേലെ രഹസ്യമായിട്ട് ചേർന്ന് ഘാട്ടെ അഖിലേന്ത്യാ നേതാവായി പങ്കെടുക്കുകയാണ്. സഖാവ് കൃഷ്ണപിള്ള സെക്രട്ടറിയായി 4 അംഗ പാർട്ടി സെല്ല് രൂപീകരിക്കുക. അവിടെ ഒന്നുമല്ല ചരിത്രം തുടങ്ങുന്നത്. അതിനു മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലമായ വിഭാഗം എന്ന രീതിയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയാണ്. അതിനു മുമ്പ് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ്, EMSഉം AKG ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ ഒരു ജനകീയ മുഖമെന്ന നിലയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി,
ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവാണ് സഖാവ് EMS, സംസ്ഥാന നേതാവാണ് സഖാവ് കൃഷ്ണപിള്ള. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ സെല്ല് രൂപീകരണം കോഴിക്കോട് നടത്തിയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാവും, 37-ലാണ്, 1937. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട തന്നെയാണ്. 37 കഴിഞ്ഞ് 38, 39, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 39-ൽ മാറപ്പുറം എന്ന് പറയുന്ന ഇന്നത്തെ പിണറായി ഒരു അവികസിത ഗ്രാമമാണ്, ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം, ഒരു ദ്വീപ് പോലെ, മമ്പറം പുഴയുടെ കര. അവിടെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഒത്തുചേർന്നത്. ആ ഒത്തുചേർന്ന സമ്മേളനമാണ് പിന്നീട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള രൂപീകരണ സമ്മേളനമാക്കി മാറ്റിയത്. അങ്ങനെയാണ് പിന്നീട് കൃഷ്ണപിള്ള അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം അന്നും ഇന്നും വളരെ ഗൗരവത്തോടുകൂടി കണ്ടു. കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി. കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയെ അവസാനിപ്പിക്കണം, ഒപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കെട്ടുകെട്ടണം. ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് മുദ്രാവാക്യം നമ്മൾ വെച്ചത്. സഖാവ് EMS ആണ് പറഞ്ഞത് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ. ആ വ്യവസ്ഥ മാറ്റിയിട്ട് ഒപ്പം നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണം, അധികാരം, അവകാശം ഇവിടെ അവസാനിപ്പിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സമരങ്ങളും പോരാട്ടങ്ങളും രക്തസാക്ഷികളും കയ്യൂരും കരുവള്ളൂരും മുനയംകുന്നും പാടിക്കുന്നും ഒഞ്ചിയവും പുന്നപ്ര വയലാർ സമരഭൂമിയിലുള്ള ഉജ്ജ്വലമായ പോരാട്ടവും എല്ലാം സംഘടിപ്പിക്കപ്പെട്ടത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ജന്മിത്വത്തിനെ അവസാനിപ്പിക്കണം.